ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൻ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പൊട്ടറ്റോ വെച്ചുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കുന്ന ഈ മെഴുക്ക് പുരട്ടി മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പലരും പല രീതിയിലാണല്ലോ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത്. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി തയ്യാറാക്കാൻ പറ്റും. ഇതിനായി 5 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് പീൽ ചെയ്ത് ക്ലീനാക്കി എടുത്തുകൊണ്ട് വരാം. പൊട്ടറ്റോ തൊലിയെല്ലാം പീൽ ചെയ്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. പൊട്ടറ്റോ ഓരോന്നും നീളത്തിൽ കട്ടി കുറഞ്ഞ് കഷ്ണങ്ങളാക്കിയെടുക്കാം. അരിയുമ്പം കട്ടി കൂടാതെ ശ്രദ്ധിക്കണം. എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണേ. ഈ രീതിയിൽ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ വലുപ്പത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പൊട്ടറ്റോ കഴുകിയെടുത്ത ശേഷം വെള്ളം പോകാനായിട്ട് ഒരു സ്റ്റെയിനറിലോട്ട് മാറ്റിയിട്ടുണ്ട്. 10 മിനിറ്റ് വെള്ളം എല്ലാം പോയതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 2-3 വെളുത്തുള്ളി അല്ലി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ മാറുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് തവികൊണ്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്ത ശേഷം ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മസാലകളെല്ലാം പൊട്ടറ്റോയിൽ നല്ലവണ്ണം പിടിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മെഴുക്ക് പുരട്ടി കൂട്ടാൻ നല്ലൊരു ടേസ്റ്റാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടറ്റോയിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി വരും. ഈ വെള്ളത്തിലാണ് പൊട്ടറ്റോ വെന്ത് വരുന്നത്, അല്ലാതെ വേറെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് എല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ എല്ലാം ഇട്ട് കൊടുത്ത ശേഷം നല്ലവണ്ണം തവിയോണ്ടേ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരടപ്പ് കൊണ്ട് അടച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കാം. ഇങ്ങനെ 2-3 പ്രാവശ്യം അടപ്പ് മാറ്റി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പൊട്ടറ്റോയ്ക്കുള്ളിൽ നിന്നും വന്ന വെള്ളമെല്ലാം ഒന്ന് വറ്റി വരാൻ തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് 5 ചുവന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. നല്ല വലിപ്പമുള്ള ചുവന്നുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 5 ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ചെറുതാണെങ്കിൽ ഒരു 10 ചേർത്ത് കൊടുക്കണം. എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കണം. 3-4 പ്രാവശ്യം അടപ്പ് മാറ്റി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കെല്ലാം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ലവണ്ണം ഒന്ന് മൂത്ത് ഫ്രൈ ആകുന്നിടം വരെ പൊട്ടറ്റോ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ചേർത്തിരിക്കുന്ന മസാലകളെല്ലാം പൊട്ടറ്റോയിലൊക്കെ നല്ലവണ്ണം ഇറങ്ങിച്ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മെഴുക്ക് പുരട്ടി കൂട്ടാൻ. ചോറിനും പുട്ടിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ മെഴുക്ക് പുരട്ടി.
മിക്ക കുട്ടികൾക്കും പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. നിങ്ങൾ ഇതുപോലല്ല ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.